ഈ മഹാസംഗമത്തിൻ്റെ ക്രിസ്മസ് സംഗമത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന അഭിനന്ദ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് മെത്രാപ്പോലീത്ത തിരുവനന്തപുരം ഭദ്രാസനാധിപൻ, ക്രിസ്മസ് സന്ദേശം നൽകുന്ന തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനാധിപൻ മേജർ മാർ തോമസ് സഭ, റൈറ്റ് റവറൻഡ് ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ, ജനറൽ കൺവീനർ വെരി റവറൻഡ് സാം കാഞ്ഞിക്കൽ കോർ എപ്പിസ്കോപ്പ, സ്നേഹം നിറഞ്ഞ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനിയെ, പ്രിയപ്പെട്ടവരെ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനം ഒരുക്കുന്ന ക്രിസ്മസ് സംഗമം, ഇതിൽ പങ്കെടുക്കുന്നത് ഒരു വലിയ സന്തോഷവും ഒരു നിയോഗവുമാണെന്ന് ഞാൻ വിചാരിക്കുക. എല്ലാ വർഷവും ഡിസംബർ മാസം 1-ാം തീയതി ഈ സ്നേഹ കൂട്ടായ്മ ഇവിടെ ഒന്നിച്ചു ചേരുന്നു. ഈ വർഷം അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ സംഗമവും നോമ്പിൻ്റെ ആചരണത്തിൻ്റെ തുടക്കവും തിരുമേനി സൂചിപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ രക്ഷാർത്ഥ മനുഷ്യരൂപത്തിൽ ജനിച്ച യേശുവിനെ പിറവി തിരുനാളിനോടനുബന്ധിച്ച് നമ്മൾ അനുസ്മരിക്കാൻ പോകുന്ന വലിയ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുക. അതോടൊപ്പം ഈ വർഷത്തിൻ്റെ പ്രത്യേകത മഹാജൂബിലിയിലേക്കുള്ള പ്രവേശനമാണ്. 2025 വർഷം ഒരു വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയെ മനുഷ്യ മനസാക്ഷിയുടെ മുമ്പിൽ തീവ്രമായി പ്രോജ്വലമായി നിലനിർത്താൻ സാധിക്കുന്ന മറ്റൊരു ശക്തിയുണ്ടെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന് സംശയം. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിനും ഇതിൽ പങ്കുചേർന്നവർക്കും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ദാർശനികതയിൽ എന്നും നിലയുറച്ചവർക്കും ഇതിൽ കൂടിയൊരു സന്തോഷം മറ്റൊന്നില്ല. നമുക്ക് ആ ക്രിസ്മസ് നൽകുന്ന സന്ദേശങ്ങളും അത് തന്നെയാണ്. സ്നേഹവും സമാധാനവും ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മളെ ക്രിസ്തു പഠിപ്പിച്ചു. അതിൻ്റെ അടിത്തറയിലാണ് ബലിഷ്ഠമായ ക്രൈസ്തവ സഭകളെല്ലാം ഉദയം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മാനവരാശിയുടെ നന്മയ്ക്കായിട്ടുള്ള ദൈവത്തിൻ്റെ വലിയ സമ്മാനമാണിത്. അവിടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ല. മാനവരാശിയുടെ രക്ഷയ്ക്കായുള്ള ദൈവത്തിൻ്റെ വലിയ സമ്മാനം, അതിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന 2000-ലധികം വർഷത്തിൻ്റെ പാരമ്പര്യത്തെ സൂക്ഷിക്കുന്ന നമുക്ക് വലിയ അഭിമാനവും സന്തോഷവും നൽകുന്ന ദിനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്മസിനെ കുറിച്ചിട്ടുള്ള സന്ദേശങ്ങൾ നമുക്ക് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുവാനുള്ള ബാധ്യതയും കൂടിയുണ്ട്. അഭിനന്ദ പിതാവ് കൂടെ സൂചിപ്പിച്ചു, ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യം സ്നേഹവും സഹനവും കാരുണ്യവുമാണ്. ആ തലങ്ങളിലൂടെ കടന്നു പോകാൻ സാധിക്കുക, അത് പഠിപ്പിച്ചത് തുടരാനായിട്ട് നമുക്ക് നമ്മുടെ സഭാ നേതാക്കന്മാരിലൂടെ പിതാക്കന്മാരിലൂടെ അവസരം ഒരുങ്ങുക ദൈവം കാണിച്ചു തന്ന മഹത്തായ ആശയത്തിൻ്റെ തുടർച്ചയാണ്. അടുത്ത് നിൽക്കുന്നവരെ സഹായിക്കാൻ സാധിക്കുക, അതിലൂടെ യേശുവിൻ്റെ ഉപദേശത്തെ പൂർണ്ണമായി നമ്മൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ബോധ്യപ്പെടുന്നത്. അപ്പോൾ ദൈവമഹത്വത്തെ പ്രവർത്തിക്കുമ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. മതഭേദമന്യേ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക, അതാണ് മാനവരാശിയുടെ ഉയർച്ചയ്ക്കും നിലനിൽപ്പിനും വേണ്ടി രൂപം കൊണ്ട ക്രിസ്തുവിൻ്റെ സന്ദേശം. അത് ഉൾക്കൊള്ളുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയെ സമൂഹത്തിന് മുമ്പിൽ പറയാൻ കരുത്തുള്ളവരായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ആ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഉൾക്കാഴ്ചയും കൂടി നമുക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഈ കാലഘട്ടം മതേതര കാഴ്ചപ്പാടുകൾക്ക് ഏറെ മുറിവേൽക്കുന്നുണ്ടോ എന്ന് കൂടി സംശയിക്കുമ്പോൾ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി പിറന്ന യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന ക്രൈസ്തവ സമൂഹത്തിന് വലിയ ബാധ്യതയുണ്ട്. ആ മതേതര കാഴ്ചപ്പാടുകൾക്കെതിരെയുള്ള വെല്ലുവിളികളെ ക്രൈസ്തവ നാമത്തിൽ എതിർക്കാൻ നമുക്ക് സാധിക്കണം.
അത് ദൈവം നമുക്ക് നൽകിയ വലിയ സന്ദേശമായി സൂക്ഷിക്കാനായിട്ട് കഴിയണം. പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ പല വേദിയിലും സംസാരിച്ചിട്ടുമുണ്ട്, നമ്മുടെ വിശ്വാസത്തെ തുറന്നു പറയാൻ പലപ്പോഴും മടിക്കും. അതെന്തുകൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. MLA ആയിരിക്കുക, മന്ത്രിയായിരിക്കുക, പൊതുജന സേവനം ചെയ്യുക, വിവിധ ജീവിത അന്തസ്സുകളിൽ ജീവിക്കുക, ഇതൊക്കെ ലോക ജീവിതത്തിൻ്റെ കടന്നുപോക്കിൽ ഒരു ചെറിയ നിമിഷം മാത്രമാണ്. നമ്മുടെ വിശ്വാസം ചെറുപ്പത്തിൽ രൂപപ്പെട്ട് നമ്മളെ വളർത്തിയെടുത്തു വരുന്ന ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആണിക്കല്ല്, അതിൽ വ്യതിചലിക്കാതെ ജീവിതാവസാനം വരെ പോകാൻ കഴിയുന്നു എന്നുള്ളതിലാണ് നമ്മുടെ സമാധാനവും വിശ്വാസവും. അത് പലപ്പോഴും മറന്നു പോകപ്പെടുന്നു എന്നുള്ളതാണ്. ഞാൻ എൻ്റെ തീക്ഷ്ണമായ വിശ്വാസത്തെ തുറന്നു പറയും. അത് മറ്റൊന്നിനും തടസ്സമല്ല. ഞാൻ മലയാറ്റൂരേക്ക് എല്ലാ വർഷവും നടന്നു പോകുന്ന ഒരു തീർത്ഥാടകനാണ്. അപ്പം എന്നോട് ചോദിച്ചു, എന്താ ഇങ്ങനെ പോകുന്നത്? അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ വിശ്വാസമാണ്. ഇന്നോ എന്തിനും അല്ല. ഞാൻ എൻ്റെ നടപ്പ് ആരംഭിച്ചിട്ട് 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ വർഷം മുതൽ ഈ വർഷം ദൈവം അനുഗ്രഹിക്കുന്നെങ്കിൽ ഇനി നടക്കുന്നത് തുടർച്ചയായ 39 വർഷം എൻ്റെ വീട്ടിൽ നിന്ന് 85 കിലോമീറ്റർ കാൽനടയായി മാത്രമേ ഞാൻ മലയാറ്റൂരേക്ക് പ്രവേശിച്ചിട്ടുള്ളൂ. 39 വർഷമാവുക. 39 വർഷം. അത് ഞാൻ കാണുന്നത് മറ്റൊന്നുമല്ല. 85 കിലോമീറ്റർ നടക്കാനൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. വ്യാഴാഴ്ച അപ്പം മുറിച്ചിട്ട് ആ രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കണമെങ്കിൽ ആ 39 വർഷവും ആ ദിവസം എന്നെ കരുതലുള്ളവനാക്കി ദൈവം സൂക്ഷിക്കണം. എൻ്റെ 2 അനുഭവങ്ങൾ ഞാൻ പങ്കിടാം ക്രിസ്മസ് സന്ദേശത്തിൽ. ഒന്ന്, ഞാനൊരിക്കലും ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൂത്താട്ടുകുളത്ത് നിന്ന് ബസ്സിൽ യാത്ര ചെയ്യുകയാണ് തിരുവനന്തപുരത്തേക്ക്. കൊട്ടാരക്കര വന്നു. ഏതാണ്ട് 2-2:30 മണി സമയമായി. ഒരു ചായ കുടിച്ചു, ഞാനും കുടിച്ചു. തട്ടത്തുമലയിൽ എത്തിയപ്പോൾ എൻ്റെ വണ്ടി വേറൊരു ബസ്സുമായി കൂട്ടിയിടിച്ചു. ഞാൻ ആ വണ്ടിയുടെ നടുക്കത്തെ 15ാമത്തെ സീറ്റായിരുന്നിരുന്നത്. ഞാൻ റോഡിൽ തെറിച്ചു വീണു വാതിലേക്ക് 3-3:30 മണി സമയത്ത്. എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. ഹൈഡ്രോളിക് ഡോറാണല്ലോ ഇപ്പോഴത്തെ വണ്ടി. ഡോറ് തിരിച്ചടയുകയും ചെയ്തു. അപ്പോൾ വലിയ നിലവിളി, വലിയ ബഹളം. ഞാൻ ചാടി ഒന്നേറ്റു. എനിക്കൊന്നും സംഭവിച്ചതായി തോന്നിയില്ല. എൻ്റെ ഈ പോക്കറ്റിൽ നിന്ന് പോയ കടലാസ് കൃഷ്ണം വരെ എൻ്റെ കൈ കിട്ടി. ഇരുവശത്തും വണ്ടികൾ നിറഞ്ഞു. വണ്ടി ഓടിച്ച ഡ്രൈവറെ ഡോറ് പൊളിച്ച് പുറത്തെടുത്tu. അവരെ ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അരമണിക്കൂർ കൊണ്ട് നിരവധി ആംബുലൻസുകൾ, 16ഓളം പേർക്ക് കോളർ കൊണ്ട് ഇടേണ്ടി വന്നു. പ്രാഥമിക ശുശ്രൂഷ നൽകി അവരെല്ലാം തിരിച്ചയച്ചു. ഞാൻ അവിടുന്ന് അടുത്ത വണ്ടിയിൽ കയറി തിരുവനന്തപുരത്ത് വന്ന് MLA കൊട്ടേശ്വരിൽ കുളിച്ച് എൻ്റെ പരിപാടി തുടർന്നു. പ്രിയപ്പെട്ടവരെ, റോഷി സാക്ഷ്യപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല, എന്നെ ദൈവം സംരക്ഷിച്ചത് എവിടെയാണ്? അന്നേക്ക് 11ാം പക്കം മലയാറ്റൂരേക്ക് നടക്കേണ്ടതായ എന്നെ ദൈവം ഉള്ളം കൈയിൽ സംരക്ഷിച്ചു എന്ന് തുറന്നു പറയാൻ മടിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് പറയുന്നിടത്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത. ഒരു ക്രൈസ്തവനാൻ്റെ വിശ്വാസത്തിൽ ആ വിശ്വാസത്തെ പ്രചരിപ്പിക്കുവാൻ കഴിയുന്ന പ്രേക്ഷക വൃത്തിയും കൂടി ചൈതന്യമായി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പുനഃപരിശോധിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടാകുന്നത്. മറ്റൊരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ എൻ്റെ കാലെല്ലാം അങ്ങ് നീരായി. ഈ തെരഞ്ഞെടുപ്പ് വണ്ടിയിൽ പ്രചരണത്തിന് പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ വർഷം മലയാറ്റൂരേക്കുള്ള നടപ്പൊന്ന് മാറ്റിവെക്കാം. ഞാൻ പറഞ്ഞു, സാധ്യമല്ല, പോകണം. അടിവാരത്തിയല്ല, അല്പം താമസിച്ചു. അപ്പം മല കയറണോ വേണ്ടിയെന്നായി. ഞാൻ പറഞ്ഞു, മല കയറണം. ഞാൻ മല കയറി തിരിച്ചിറങ്ങി. ഞാൻ തൊടുപുഴ റെസ്റ്റ് ഹൗസ്, അവൻ്റെ കാലയിൽ ഇങ്ങനെ കുത്തിയാൽ വിരലിറങ്ങും നീര്. തൊടുപുഴ റെസ്റ്റ് ഹൗസിൽ വന്ന് കുളിച്ച് പുറത്തിറങ്ങി അറക്കുളം പഞ്ചായത്തിലെ പ്രചരണത്തിന് പോകുമ്പോൾ എൻ്റെ കാലിലൊരു തുള്ളി നീരില്ല എന്നുള്ളത് എൻ്റെ കൂടെയുള്ളവരും കണ്ട് വിശ്വസിച്ച സത്യം പറയാൻ മടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അതിന് അഭിമാനബോധമൊന്നുമില്ല. അതെന്നെ എപ്പോഴും ത്രസിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തെ ത്രസിപ്പിക്കാൻ സാധിക്കണം. ഇതവർ സൂചിപ്പിച്ചല്ലോ. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി എന്ന് കരുതാൻ നമുക്ക് സാധിച്ചാൽ വലിയ രീതിയിൽ നമുക്ക് ക്രൈസ്തവ വിശ്വാസത്തെ ഏറ്റെടുക്കാനായിട്ട് സാധിക്കും. അതിനാണ് യേശുക്രിസ്തുവിൻ്റെ പ്രസക്തി നമ്മൾ ലോകത്തെ അറിയിക്കേണ്ടതായിട്ടുള്ളത്. സോളമൻ രാജാവ് ജെറുസലേം ദേവാലയം പറഞ്ഞതിന് ശേഷം സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? ഈ ശക്തി അങ്ങേയിടയ്ക്ക് വസിക്കുവാൻ സാധിക്കുമോ ഇല്ലയോ എന്ന സംശയം പ്രകടിപ്പിച്ചു. നമ്മൾ കണ്ട കാര്യമില്ലേ? പുതിയ നിയമത്തിൽ പറയുന്ന പരിശുദ്ധ മാതാവ് തൻ്റെ ശരീരത്തെ തന്നെ ആലയമാക്കി, ദേവാലയമാക്കി
അവിടേക്ക് യേശു വന്ന് വസിച്ചു എന്ന് നമ്മൾ വാദിക്കുക. ആ ഹൃദയശുദ്ധിയിലേക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ കഴിയുന്ന ഹൃദയ വിശുദ്ധിയുള്ളവരായി വളരുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കുമ്പോൾ ഓരോ ക്രിസ്മസിനും അർത്ഥം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മൾ ധാരാളം അലങ്കാരങ്ങൾ, കരോൾ ഗാനങ്ങൾ, ഇതൊക്കെ സന്തോഷത്തിനിട നൽകുന്നതാണ്. അതെല്ലാം നമ്മൾ ആഘോഷമാക്കിയെടുക്കുന്നത് നമ്മുടെ തലമുറകളെ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രോജ്വലമാക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ്. സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകം, മതേതര കാഴ്ചപ്പാടുകൾക്ക് എന്നും ഇടം കൊടുക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലം അത് നമുക്ക് പ്രോജ്വലമാക്കാൻ സാധിക്കുന്നതിലൂടെ നമ്മൾ സംതൃപ്തരുള്ളവരായി മാറുകയാണ്. വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രകാശമെല്ലായിടത്തും പരത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. തീർച്ചയായിട്ടും ക്രിസ്മസിൻ്റെ ഈ സംഗമം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എല്ലാ വർഷവും ആചരിക്കുന്നു എന്നുള്ളതിൽ ഏറെ പ്രസക്തമാണ്. കാലാന്തരത്തിലുള്ള മാറ്റങ്ങളിൽ ശ്രദ്ധേയമാകുന്ന മതേതര കാഴ്ചപ്പാടുകൾക്ക് ഇടിവ് പറ്റാതെ സൂക്ഷിക്കാൻ ലോകരക്ഷകനായ യേശു മാനവരാശിക്ക് വേണ്ടി ലോകത്ത് പറന്നുവെന്ന് പ്രചരിപ്പിക്കാനുള്ള ഒരു സത്യമെങ്കിലും നമുക്ക് ഏറ്റെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ധാരാളം ആൾക്കാർ ഇതിൻ്റെ സംഘാടകർ തലസ്ഥാന നഗരിയിൽ ഞാൻ ഓർക്കുന്നു, പ്രിയപ്പെട്ട എത്രയോ പേര്, പ്രിയപ്പെട്ട ശ്രീ ബെന്നി ഉൾപ്പെടെ ശ്രീ അലക്സ്, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ധാരാളം ആൾക്കാർ എനിക്ക് ഇത് കാണാനായിട്ട് സാധിച്ചു. അവരുടെയൊക്കെ വലിയ തോതിലുള്ള ആത്മാർത്ഥതയും പ്രവർത്തനവും ഇതിൻ്റെ കോപ്പറേഷനും ഈ തലസ്ഥാന നഗരിലെ വിവിധ ഇടവുകളിൽ നിന്ന് കുട്ടികൾ വന്ന് ഇവിടെ നടത്തിയ ഈ കലാരൂപങ്ങൾ അവർക്കതിനുള്ള അവസരങ്ങളൊക്കെ കൊടുത്തത് വലിയ സന്തോഷമാണ്. ഞാൻ എല്ലാവിധമായ ആശംസകൾ നേരുന്നു. തീർച്ചയായിട്ടും അഭിനന്ദ പിതാക്കന്മാരോടൊപ്പം ആയിരിക്കാനും ഇതിൽ പങ്കെടുക്കാനും സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ പോരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചീഫ് എഞ്ചിനീയർ പ്രകാശ് ഇടിക്കളോട് ചോദിച്ചു എങ്ങനെയാണ് ഈ വിഷയങ്ങൾ. അപ്പോൾ ഇതെല്ലാ വർഷവും നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അദ്ദേഹം പറഞ്ഞു തരികയുണ്ടായി. അഭിനന്ദ പിതാക്കന്മാരോടൊപ്പം നമ്മൾ വലിയ ആഘോഷത്തിൻ്റെ തുടക്കത്തിലേക്ക് പ്രവേശിക്കുന്ന ക്രിസ്തുവിനെ എതിരേൽക്കാനുള്ള, അത് മഹാജൂബിലിയുടെ പ്രാരംഭത്തിൽ വർഷത്തിൽ ദൈവനിമിത്തം നമ്മൾ അതിനുവേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി ഉൾക്കൊള്ളാൻ കഴിയട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകളും പുതുവത്സര ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കിൽ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.